സഖ്യകക്ഷികൾ കൃത്യമായി പണിയുകയാണ്. BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ ആകെ പകച്ചു നിൽക്കുന്നു. ഐക്യ ജനതാദളാണെങ്കിൽ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ തുറന്നടിക്കുന്നു. അവിടെ കൃത്യമായും അഴിമതിയും അനീതിയും BJP അവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ഐക്യ ജനതാദൾ MP ലോക്സഭയിൽ തുറന്നടിച്ചത് വലിയ വിവാദമായി. ഇതിനു പിന്നാലെ നിതീഷ് കുമാറും ഇത് ന്യായീകരിച്ചു തന്നെയാണ് വരുന്നത്. അതായത് ബീഹാറിൽ ഒത്തൊരുമയോടെ ആയിരിക്കില്ല തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് വ്യക്തം. ഇതിനിടയിൽ ഉപരാഷ്ട്രപതി സ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുമ്പോൾ സർവകക്ഷി യോഗം വിളിക്കേണ്ടത് അനിവാര്യമാണ്. NDAക്ക് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള യാതൊരു ധാർമ്മിക അവകാശവുമില്ല. ജഗദീപ് ധൻഖറുടെ രാജി അതിനെ സൂചിപ്പിക്കുന്നതാണ്. ആ വ്യക്തി ആ കസേരയിൽ ഇരുന്നു കൊണ്ട് കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ ആരും മറന്നിട്ടില്ല എന്നും ഒരു രീതിയിലും അദ്ദേഹത്തിന് ന്യായീകരിക്കാൻ കഴിയില്ല എന്നും ആ പദവിക്ക് യോഗ്യനല്ല താനെന്ന തിരിച്ചറിവാണ് ജഗദീപ് ധൻഖറെ അവിടെ നിന്ന് സ്വയം ഇറങ്ങിപ്പോവാൻ പ്രേരിപ്പിച്ചതെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചിരിക്കുകയാണ്. അത് തന്നെയാണ് വാസ്തവവും. മല്ലികാർജുൻ ഖാർഗെയും ജയറാം രമേശിനെയും തമ്മിൽ താരതമ്യപ്പെടുത്തി ഖാർഗെയെ അപഹസിക്കുകയും പാർലമെന്റിന് പുറത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ സഭ്യമല്ലാത്ത രീതിയിൽ വാക്കുകൾ പരാമർശിക്കുകയും ചെയ്ത ജഗദീപ് ധൻഖർ നിരവധിയായിട്ടുള്ള പരാമർശങ്ങൾ സ്ത്രീ വിരുദ്ധതയാണ് എന്ന് പാർലമെന്റിനകത്ത് തന്നെ ജയാ ബച്ചൻ അടക്കമുള്ളവർ ജഗദീപ് ധൻഖറുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. ജഗദീപ് ധൻഖറുടെ രീതികൾ പ്രത്യേകിച്ചും പല രാഷ്ട്രീയ പാർട്ടിയിലും ചാടിക്കളിച്ചിട്ടുള്ള രീതി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ പലരും അളന്ന് തിട്ടപ്പെടുത്താൻ തന്നെ ബുദ്ധിമുട്ടുന്നുണ്ട്. BJP നേതൃത്വം ഒരക്ഷരം മിണ്ടിയില്ല അദ്ദേഹം രാജിവെച്ചപ്പോഴും. കാരണം അവർക്ക് ഇത് അറിയാമായിരുന്നു എന്ന രീതിയിലേക്കായിരുന്നു. സുപ്രീം കോടതിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് പരമാധികാരം പാർലമെന്റിനാണ് എന്ന് പറഞ്ഞ ജഗദീപ് ധൻഖർ എന്നാൽ സുപ്രീം കോടതിക്ക് മുമ്പിൽ കീഴടങ്ങുന്ന രീതി സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് BR ഗവായിയുടെ നടപടിക്രമങ്ങളെ പിന്നീട് പ്രകീർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ജഗദീപ് ധൻഖർ എങ്ങനെയാണ് ഈ പദവിയിലേക്ക് എത്തപ്പെട്ടത്? മോദിയും അമിത്ഷായും കൃത്യമായി ബംഗാൾ ഗവർണറായിരുന്ന ധൻഖറിനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നാണ് രാജ്യസഭയിൽ അധ്യക്ഷനാക്കിയത്, അതായത് ഉപരാഷ്ട്രപതിയാക്കിയത്. വല്ലാതെ അർഹതപ്പെടാത്ത അധികാരങ്ങൾ പെട്ടെന്ന് അല്പന് കൈവരുമ്പോൾ കിട്ടുന്ന സൗഭാഗ്യം പോലെയായിരുന്നു ധൻഖർ അതിനെ ദുരുപയോഗിച്ചത് എന്ന് വളരെ വ്യക്തം. രാഹുൽ ഗാന്ധി യോഗം കൂടുകയാണ് ഇന്ത്യ മുന്നണി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അത് അംഗീകരിച്ചാൽ വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാം എന്ന ഒരു അജണ്ടയാണ് ഇപ്പോൾ പാർലമെന്റിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. പാർലമെന്റിൽ ഇരു സഭകളും ചേർന്നാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. ഒരു സ്ഥാനാർത്ഥിയെ NDA നിർത്തിയാലും പരിപൂർണമായി വിജയിപ്പിക്കാൻ കഴിയുമോ അതോ ബുദ്ധിമുട്ടുമോ എന്നുള്ളതും അവർക്ക് സംശയമുള്ള കാര്യമായതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് ഏറെ പ്രസക്തിയായി കഴിഞ്ഞിരിക്കുന്നു.